എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അയ്യോ, എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ റോയുടെ മരണശേഷം ഈ പറയുന്ന അനീഷ് അനീഷ് അനീഷിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പേജിൽ ഇട്ട ആ ഒരു പോസ്റ്റിന് താഴെയുള്ള കുറിപ്പുകൾ, അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അനീഷ് ഇന്നലെ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോഴേ അതിൽ അനീഷ് എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ആ പോസ്റ്റ്, അനീഷ് ഇട്ട ആ പോസ്റ്റിന് താഴെയും അതോടൊപ്പം തന്നെ ഈ ഏഷ്യാനെറ്റിൽ വന്ന ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന അനീഷിന്റെ ആ ഒരു സംസാരത്തിലും ഒരു കാര്യം അനീഷ് എടുത്തു പറയുന്നുണ്ട്. അതായത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ 7 വിജയിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പലരും പറഞ്ഞു. അതായത് ഒരുപാട് പേര് തൻ്റെ അടുത്ത് വന്ന്, അതായത് തന്നെ കാണാൻ വന്നവർ അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു താനായിരുന്നു അതിൽ വിജയിക്കേണ്ടിയിരുന്ന വ്യക്തി എന്നുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേരിൽ നിന്ന് അത് കേൾക്കുമ്പോഴത്തേക്കും ഇത് തോന്നും. കാരണം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി അതിൽ വിജയിക്കുമായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ അകത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അനുമോൾക്ക് കിട്ടിയ കപ്പ് അനീഷിന്റെ കയ്യിൽ സുഖമായിട്ട് ഇരിക്കുമായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് ഉടനീളം കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷേ ചില പാളിച്ചകളൊക്കെ തന്നെ അനീഷിന്റെ കയ്യിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെ ചിലപ്പോൾ അനീഷിന് പുറത്തിറങ്ങിയതിനു ശേഷം മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന രീതിയിൽ തനിക്ക് കിട്ടിയ ആ ഒരു വരവേൽപ്പും അതിനുശേഷം ലഭിച്ച സ്വീകരണവും ഒക്കെ കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് ഒരു വിജയിച്ച ഒരു വ്യക്തിക്കല്ല ഇതൊന്നും കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു സപ്പോർട്ട് തനിക്കുണ്ട് എന്നുള്ളത് അനീഷ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അനീഷിന് ആ ഒരു കുറ്റബോധം തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഷമം തോന്നുന്നത്. ഈ പറയുന്ന തരത്തിൽ വിജയിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു താൻ എന്നുള്ളത്. അത് പക്ഷേ അനീഷ് ആ ഒരു തരത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിവിടെ അങ്ങനെ ആ ഒരു തരത്തിൽ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അനീഷ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മനസ്സിലാവും അനീഷിന് അത് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം. ഇതിപ്പോ അനുമോൾക്കിട്ട് അനീഷ് ഒരു കൊട്ടു കൊടുക്കുന്ന തരത്തിലോട്ടായി പോയി എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ അനുമോക്കിട്ട് ഒരു പണി കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സംസാര രീതിയായി പോയി അനീഷിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അതായത് ഇതിൽ വിന്നറായിട്ടുള്ള അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു BB മെറ്റീരിയൽ അല്ല എന്നുള്ളത് ബിഗ് ബോസ് ഉടനീളം കണ്ടവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതിൽ ചില കാര്യങ്ങളൊക്കെ തന്നെയും അനുമോൾ അതിൻ്റെ കാണിക്കുന്ന ഒരു കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അത് പുറത്ത് വരുമ്പോൾ അത് PR ടീമിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ തന്നെയും പല രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോൾ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ അനുമോളുടെ ഭാഗത്ത് നിന്ന് പ്ലസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മൈനസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അനീഷിനെ എല്ലാ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. കാരണം അനീഷിന്റെ ഭാഗത്തും അതിൻ്റെ അകത്ത് നിന്ന് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അനീഷ് ഒരുപക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ അകത്ത് കളിച്ചിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് വിന്നർ ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിന്നർ ആവേണ്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന കാര്യം 100% ഉറപ്പാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അനീഷ് ഈ പറയുന്ന തരത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ വെറുപ്പിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതായത് അതിനുള്ളിലെ ഒരു കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിച്ച ഒരു വ്യക്തിയാണ് തുടക്കത്തിൽ അനീഷ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ദിവസങ്ങൾ അനീഷിന്റെ ഗ്രാഫ് ഡൗൺ ആയിരുന്നത് പിന്നെ അപ്പാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അനീഷിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ആ സമയത്ത് കണ്ടതെന്ന് പറയുന്നത്. ഈ പറയുന്ന കണക്ക് ഒരു കോമണർ കത്തിക്കയറുന്ന ഒരു സമയമായിരുന്നു അതെന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ട്വിസ്റ്റ് സംഭവിച്ചത് ബിഗ് ബോസ് ആണ് ആ ഒരു ചതി ചെയ്തത് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അതായത് അനീഷ് ഈ പറയുന്ന രീതി അനീഷിന്റെ ഗ്രാഫ് നല്ല ടോപ്പിലെത്തി നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് അനുമോള് നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന ബിഗ് ബോസ് അവിടെ ഫാമിലി വീക്ക് കൊണ്ടുവന്നത്. അതിലാണ് യഥാർത്ഥത്തിലുള്ള ട്വിസ്റ്റ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാന വീക്കിന് മുന്നേ സംഭവിക്കാനുള്ള ഈ ഒരു ഫാമിലി വീക്ക് ബിഗ് ബോസ് ഏറ്റവും മുന്നേ വച്ചിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് 60 ദിവസത്തിന് മുന്നെയാണ് ഈ പറയുന്ന ഫാമിലി വീക്ക് അതിൻ്റെ അകത്ത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വ്യത്യാസം. ഈ ഷോ തീരുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന് ഫാമിലി വീക്ക് വെച്ച് അത് അകത്ത് ഫാമിലികളെ കൊണ്ടുവന്ന് പുറത്തെ കാര്യങ്ങളെല്ലാം പലരിലെയും ഫ്ലാഷ് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ പലർക്കും മനസ്സിലായി അനീഷിന്റെ നല്ല സപ്പോർട്ട് പുറത്തുണ്ട്, അനീഷാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് പലർക്കും, അതായത് അനീഷ് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന പലർക്കും അത് മനസ്സിലാവുകയും അവർ കളി മാറ്റി കളിക്കുകയാണ് അവിടെ ചെയ്തതെന്ന് പറയുന്നത്. ശരിക്കും പറയാം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് ആദ്യമായിട്ട് ഒരു പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയും ചെയ്തു. പിന്നെ അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന ഈ പറയുന്ന തരത്തിൽ ആതിരയായാലും അതോടൊപ്പം തന്നെ പലരും ആയാലും ഒക്കെ തന്നെ പിന്നെ പ്ലേറ്റ് മാറ്റി കളിക്കാനായിട്ട് തുടങ്ങി. അതൊക്കെ തന്നെ അനീഷിന്റെ ഗെയിമിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അനീഷ് ടോട്ടലി ചേഞ്ച് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം മുമ്പ് നിന്ന അനീഷ് അല്ല പിന്നെ അങ്ങോട്ട് മാറി പറയുന്ന കാര്യങ്ങൾ മാറിയത്. പിന്നെ
അനുമോളത്ത് ക്രഷ് തോന്നുന്ന കാര്യങ്ങൾ മാറി. അവിടെ അനീഷിന് രണ്ടാമത് പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കാരണം ഒട്ടും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന അനുമോളോട് തോന്നിയ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന് അടുത്ത ഒരു പണിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിലും അനീഷിന് ഒരു പണി കിട്ടുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനീഷ് കപ്പടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അവിടെ ശരിക്കും പറഞ്ഞാൽ അനീഷിന് മിസ്റ്റേക്ക് സംഭവിച്ചു. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അനീഷിന് പണി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഫാമിലി വീക്കിലൂടെ. അനുമോൾക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്നത് ഒരു BB മെറ്റീരിയൽ അല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ അനുമോൾക്ക് കിട്ടിയ ഒരു പ്ലസ് തുടക്കത്തിൽ എന്ന് പറയുന്നത് അപ്പാനിശരത്ത് തന്നെയായിരുന്നു എന്ന് ഒരു സംശയമില്ല. അപ്പാനിശരത്തിന്റെ ചൊറിച്ചിൽ തന്നെയായിരുന്നു അനുമോൾക്ക് അവിടെ ഒരു ബൂസ്റ്റിംഗ് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത് വേറൊരു തരത്തിലോട്ട് പിന്നെ പുറത്ത് അപ്പാനിശരത്തിന് അഗേൻസ്റ്റ് ആയിട്ടും അനുമോക്ക് അനുകൂലമായിട്ടും മാറി. പക്ഷേ ഇത് അവിടെ മനസ്സിലാക്കിയ ആൾക്കാർ പിന്നെ പ്ലേറ്റ് മാറ്റി കളിച്ചു. അനുമോക്ക് അനുകൂലമാകാത്ത രീതിയിൽ പ്ലേറ്റ് മാറ്റി കളിച്ചു. അനുമോൾ പിന്നെ അനുമോളുടെ ഗ്രാഫ് ഡൗൺ ആയി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം അനുമോക്ക് അവിടെ ആകപ്പാടെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ സംഭവം മാത്രമേ അനുമോക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു കുന്തുമില്ലായിരുന്നു. അടുക്കള വഴക്കും ഇതുപോലുള്ള ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി മാത്രമേ അനുമോക്ക് അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അനുമോക്ക് നഷ്ടപ്പെട്ടു. കാരണം ആരും അനുമോളെ ആ ഒരു തരത്തിൽ മൈൻഡ് ചെയ്യാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അങ്ങനെ അനുമോൾ പക്ക ഡൗൺ ആയപ്പോഴാണ് അനീഷ് ടോപ്പ് കയറി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. പിന്നെ ഈ ആദില നൂറയോടൊപ്പമൊക്കെ തന്നെ ഗ്യാങ് ചേർന്ന് അനുമോളും ആ ഒരു ടൈപ്പിലോട്ട് മാറിയപ്പോഴത്തേക്ക് പിന്നും അനുമോൾ ഡൗൺ ആയി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ ഈ ഫാമിലി വീക്ക് വന്നതിന് ശേഷമാണ് എല്ലാവരും കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ റൂട്ട് മാറ്റി കളിക്കാനായിട്ട് പലരും തുനിഞ്ഞതെന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ അനീഷിനെയും അനുമോളെയും മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ അകത്ത് തുടക്കത്തിലെ ഒരു ടോപ്പായിട്ട് നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഷാനവാസ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അറിഞ്ഞെന്ന് കളിച്ചിരുന്നെങ്കിൽ ഷാനവാസിന് അവിടെ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ട് വിജയിക്കുന്ന തരത്തിലോട്ട് വരെ എത്തിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഷാനവാസ് അവസാനം ആങ്ങള പെങ്ങൾ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റി അവിടെ ഷാനവാസ് പെട്ടുപോയി. പിന്നെ അങ്ങോട്ട് ഈ സീസൺ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ടോപ്പ് എഡ്ജ് നൽകാനായിട്ട് പറ്റാത്ത തരത്തിലോട്ടായിരുന്നു അവസാന നിമിഷം വരെ. കാരണം നമുക്കറിയാം വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് അനുമോൾ കയറും, പിന്നെ ഷാനവാസ്, പിന്നെ അനീഷ്, ആ ഒരു തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളിൽ ഒരു മാറ്റിമറിച്ചില്ലെന്ന് പറയുന്നത്. പിന്നെ അവസാനം അനുമോക്ക് ലക്കടിച്ചു എന്ന് തന്നെ പറയാം. കാരണം അനീഷിന്റെ പ്രൊപ്പോസൽ പിന്നെ പുറത്തെ PR എല്ലാം കൂടി അനുമോക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ അവസാന നിമിഷം വന്നെത്തി. അതിൽ അനുമോക്ക് കപ്പടിക്കാനും പറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ കയ്യിൽ നിന്ന് കപ്പ് മിസ്സാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അതിന് അനീഷിന്റെ കയ്യിലും ഉണ്ടായിരുന്നു ചില മിസ്റ്റേക്കുകൾ എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അനീഷിന് വിജയിക്കാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തിൽ വിജയിക്കാതെ ആയപ്പോഴത്തേക്കും ആ ഒരു തരത്തിലുള്ള ഒരു ഇത് സ്വാഭാവികമായിട്ട് ആരുടെ മനസ്സിലായാലും കാണുമോ. കാരണം നമ്മളൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കപ്പ് അടിക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴത്തേക്കുമുള്ള ഒരു നിരാശ ആർക്കായാലും ഉണ്ടാകും. അത് തന്നെയാണ് അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും അനീഷിന് പിന്നെ അത് നേട്ടമായിട്ട് തന്നെയാണ് മാറിയത്. കാരണം പുറത്തിറങ്ങിയപ്പോഴത്തേക്കായാലും എല്ലാം അനീഷിനെ ആ ഒരു സപ്പോർട്ട്, അതോടൊപ്പം തന്നെ അനീഷിന് ഫിനാൻഷ്യലി ആയിട്ടായാലും ഒക്കെ തന്നെ അനീഷിന് ലഭിച്ച സമ്മാനങ്ങൾ, അതോടൊപ്പം തന്നെ ഉദ്ഘാടനങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ പ്രോഗ്രാംസ് പങ്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല നേട്ടമായിരുന്നു. ഒരു 2ാം സ്ഥാനം കിട്ടിയ വ്യക്തിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള CJ റോയുടെ മരണവാർത്ത വരുന്നതും. അനീഷ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു. കാരണം അനീഷിന് 10 ലക്ഷം രൂപ നൽകിയ ഒരു വ്യക്തിയാണ് CJ റോയ് എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള സീസൺ 8 ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം മെയിൻ സ്പോൺസർ ആയിരുന്നു ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് പ്രൈസ് സമ്മാനമായിട്ടുള്ള 50 ലക്ഷം കൊടുക്കുന്ന സ്പോൺസേഴ്സ് ആയിരുന്നു ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇനി അങ്ങോട്ട് ഈ പറയുന്ന രീതി സീസൺ 8 കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്പോൺസർഷിപ്പ് മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഇവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരവിടെ വരും? കാരണം ഇതുവരെയായിട്ട് സ്പോൺസേഴ്സ് മാറിയിട്ടില്ലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ 1 തൊട്ട് 7 വരെയുള്ള സീസണുകളിൽ ഈ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാത്രമാണ്, വേറെ ആരും അല്ലായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന സീസണിൽ നിലവിലത്തെ സിറ്റുവേഷനിൽ അവർക്കത് ചെയ്യാൻ പറ്റുമോ? അതല്ല ഈ പറയുന്ന രീതിയിൽ ഇനിയും മാറി വേറെ ആരെങ്കിലും വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതിനി കൂടുതൽ ടൈം എടുക്കുന്ന കണക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കുറേയധികം ക്വസ്റ്റ്യൻസ് ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സോ അതിനൊക്കെ തന്നെയുള്ള ഉത്തരം കിട്ടണം. അതോടൊപ്പം തന്നെ അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും എന്ത് മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്? അത് സ്പോൺസർഷിപ്പിലായാലും അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടരുമോ? അതല്ല ഇനി ഈ പറയുന്ന രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസിന് ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അത് മാറുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാതെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും തന്നെ ഒഫീഷ്യലായിട്ട് ഇതുവരെയായിട്ടും എവിടെയും പുറത്തു വിട്ടിട്ടില്ല. അത് എപ്പോൾ തുടങ്ങും, ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് എന്നതിനെ കുറിച്ചൊന്നും ഒഫീഷ്യലായിട്ട് ഒന്നും തന്നെ ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബിഗ് ബോസിന് സംഭവിക്കാൻ പോകുന്ന സീസൺ 8 ഏത് തരത്തിൽ തുടങ്ങും, എന്ന് തുടങ്ങും, അതിന്റെ സ്പോൺസേഴ്സ് ആരായിരിക്കും, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.